ഞമ്മളൊരു ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ടാന്ന്. അപ്പൊ ഞാൻ അതിൽ വിളിച്ചിട്ട് ചോദിക്കണേ ഏട്ടാ ചതിക്കോന്ന്. 2 ഫോൺ വാങ്ങി കൊടുത്തു. ഇത്രയും പ്രശ്നമായിട്ട് ഒരു ഫോണേ തന്നുള്ളൂ. ഒരു ഫോൺ ഇവിടെ മാമന്റെ കയ്യിൽ ഞാൻ കണ്ടു. ഇവിടുന്ന് 84 കിലോമീറ്റർ പലിശക്ക് പൈസ വാങ്ങിയിടക്ക് ഞാൻ ഇവിടെ കാണാൻ പോയിട്ടുണ്ട്. ആദ്യത്തോട്ട് ഞാനായിട്ട് പറഞ്ഞു, കാരണം നമുക്ക് കളത്തിലൊക്കെ പേടിയാണല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടും. അപ്പൊ ഏട്ടാ ഓട്ടോക്കാരനാണെന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാരും വേണ്ട എന്നുള്ളത്. ഞാൻ കുടിയനാണ്, കഞ്ചാവാണ്. സത്യം പറഞ്ഞ ഇവളുടെ ഫാമിലിയില് കുടിക്കാത്ത ആള് ഞാൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടമെന്ന് പറയാനുള്ള കാരണം തന്നെ ഏട്ടൻ കുടിക്കില്ല വലിക്കില്ല എന്നുള്ളതാണ്. അച്ഛനൊറ്റ മോള്, അച്ഛന് നല്ല ശമ്പളം ഗൾഫില്. അച്ഛൻ മറ്റേ കാനോൺ കമ്പനിയുടെ മാനേജറാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ. 2-3 ശമ്പളം 30 കൊല്ലായി അവിടെ. പെൺകുട്ടിയെ പ്രേമിക്കുമ്പോ ചെക്കനെ എന്തൊക്കെ ചെയ്യാൻ ഏട്ടനെ കൊല്ലാൻ വരെയുള്ള തീരുമാനത്തിൽ എത്തി അവിടെ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ തന്നെ കയറി സ്നേഹിക്കണമെന്ന് വെച്ചാൽ കുറെ അടിക്കുകയോ ചെയ്തു. അടിയിട്ട് വന്നാൽ ലാത്തിയും കൂടെ നല്ല കിട്ടി കിട്ടി. അപ്പൊ അവര് പറഞ്ഞോട് ഇപ്പൊ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്ന് പോവാന്ന് പറഞ്ഞു. എന്നോട് എഴുതി ഒപ്പിട്ടാരും പറഞ്ഞു. പിരിഞ്ഞു എന്നാ വിചാരിച്ച്. ഇവളെനപ്പറ്റി വയനാടൊക്കെ കൊണ്ടുപോയി, ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കൗൺസിലിംഗ് ആകെ ചെയ്ത് മറപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് എനിക്ക് നല്ല പ്രശ്നമായിരുന്നു. 67,000 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് പോക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത്ര ആൾക്കാർ കുറ്റം പറഞ്ഞ ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത്. ജൂലൈ മാസം അതെനിക്ക് ശരിയല്ല. എന്നോട് അളിയ അടുത്ത് പറയും, അളിയ ജൂലൈ വരുന്നിട്ടോ ശ്രദ്ധിക്കണം എന്ന്. എന്റെ ശരിക്കുള്ള പേരും സുജിൻ കൃഷ്ണ എന്നല്ല ശരിക്കും. എന്റെ ശരിക്കുള്ള പേര് വേറെ. അല്ല ഞാനിപ്പോഴും തൃശ്ശൂർ റോഡ് കയറി ഡെയിലി അടിയാണ്. അടി അതെന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പാലക്കാട് ഒരു പ്രൊമോഷന് പോയി. കടയുടെ അവിടേക്ക് കേറുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ അടി ഉണ്ടായി. കേറുമ്പോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്കാണ് വളരെ സാധാരണക്കാരെ ഞങ്ങൾ നോർമൽ ലൈഫ് നോർമൽ സംസാരമായിട്ട് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്നത്. ഞങ്ങള് ഉമ്മിക്കരിയും കൊണ്ട് പല്ലിയേക്കണതും ഫുള്ള് അത് 3 മാസം കഴിഞ്ഞിട്ട് ആ ഞങ്ങളവിടുത്തെ പോസ്റ്റ്മാന് ആഡ്സെൻസിന്റെ പിൻ നമ്പറും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഹൈയസ്റ്റ് എമൗണ്ട് കിട്ടിയ ഒരു അപ്രോക്സ് ചോദിച്ചാൽ എത്രയായിരിക്കും? കുഴപ്പമില്ലാണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഒരു ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് ഫാമിലിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൺ ടു ദ ഷോ ലെറ്റ് മീ വെൽക്കം നമ്മുടെ സ്വന്തം മല്ലു ഫാമിലി. സുജൻ ചേട്ടനും നിതാ സുജൻ, പൊന്നു ചേച്ചിയുണ്ട്, സുജൻ ചേട്ടനുണ്ട്. ഹലോ, വെൽക്കം. ഞങ്ങള് ഇവരെ എറയത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. എന്തുണ്ട് ഇതെന്താ കഴുത്തിൽ പറ്റിയത്? ഒരു മാർക്ക് ചെറുപ്പത്തിലുള്ള പാടാം. ഞാനത് എന്ത് പാടാന്ന് പറഞ്ഞേ. ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം? അങ്ങനെ ഇങ്ങനെ പോന്നു. അപ്പൊ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് പോണു, എല്ലാം നല്ല രീതി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹൈയസ്റ്റ് എമൗണ്ട് കിട്ടിയ ഒരു അപ്രോക്സ് ചോദിച്ചാൽ എത്രയായിരിക്കും? പറയാൻ മറ്റേ ഇതിന്റെ ബൈക്കിന്റെ പ്രശ്നം. ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്ന കാര്യം ഞാൻ, അതായത് ഒരു ബൈക്കിന്റെ ഒരു പ്രശ്നം ആയിരുന്നു അന്നിന്റെ. അതിന്റെ മുന്നേ ഇതൊക്കെ അറിയാവുന്നു. അപ്പൊ ഞാന് ഫേസ്ബുക്കിൽ പേജ് തുടങ്ങി. അപ്പൊ പേജ് തുടങ്ങിയിട്ട് ഒരു 35,000 ഫോളോവേഴ്സ് ആയി പേജിന്. ഫേസ്ബുക്കിൽ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വാച്ച് അവർ ഒക്കെ കിട്ടുന്ന നല്ല ബുദ്ധിമുട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് 35,000 ഒക്കെ ആക്കിയപ്പോ അത് മോട്ടിവേഷൻ എനേബിൾ ആയില്ല. അപ്പൊ ആ പേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് മറ്റേ 2ാമത് പേജ് തുടങ്ങി ഇങ്ങനെ എത്തിച്ച് കൊണ്ടുവന്ന് റെഡി ഇടുന്നില്ല. അപ്പോഴാണ് എന്റെ ഒരു ബൈക്കിന്റെ പ്രശ്നം വരുന്നത്. ആ ബൈക്കിന്റെ പ്രശ്നം വന്നപ്പോ അന്ന് എനിക്ക് നല്ല പ്രശ്നമായിരുന്നു. 67,000 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് പോക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അത്ര ആൾക്കാർ കുറ്റം പറഞ്ഞ ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത്. പറഞ്ഞല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോ ആൾക്കാർ കമന്റ്സ് ചെയ്തത് ആ മാസമാണ്. അതായത് ജൂലൈ മാസം. എന്റെ ആളി ഇപ്പോഴും പറയും ജൂലൈ മാസം ഞങ്ങൾ ശരിയല്ല, അത് എനിക്ക് ശരിയല്ല. ജൂലൈ മാസം എല്ലാ ജൂലൈയിൽ എന്തെങ്കിലും ജൂലൈ വന്നിട്ടോ ശ്രദ്ധിക്കണം. അങ്ങനല്ല, പൊതുവെ ജൂലൈ മാസം വരുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ അതൊരു പേടിയാണ് എന്തെങ്കിലും. അപ്പൊ അന്ന് ആ ജൂലൈ മാസത്തിലായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ. കാരണം അന്നിട്ട് എല്ലാ വീഡിയോ
മില്യൺ ആണ്. ആൾക്കാർ സ്കിപ്പ് ആയി. ഞാൻ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് എന്നെ ട്രോളാൻ വേണ്ടിട്ടെങ്കിൽ ആൾക്കാർ സ്കിപ്പ് അടിക്കാതെ കാണും. അതില് പിന്നെ ആ മാസം തന്നെയാണ് എന്റെ എന്താ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി. അതൊന്നും എനിക്ക് അന്നതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ട് കിട്ടി. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ പെങ്ങളെ കല്യാണത്തിനേക്കാളും കൂടുതൽ പെങ്ങളെ കല്യാണം ഇതുപോലെ ഇടുന്ന വീഡിയോസ് ഫുള്ള് മില്യൺ ആയിരുന്നു. ആ ഒരു മാസം 1.5 മാസം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് എല്ലാരും വിചാരം ആ പെങ്ങളെ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയതാണ്. അല്ല, ആ ബൈക്കിന്റെ പ്രശ്നമുള്ള പക്ഷെ ഒരിക്കലും ഫണ്ട് കിട്ടാൻ വേണ്ടി വേണ്ടിട്ടല്ല. നമ്മള് ഡെയിലി ചെയ്യുന്ന പോലെ ഞാന് മറ്റേ ഡെയിലി ഇതുപോലെ എന്റെ കടങ്ങൾ വീടുന്ന വരെ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. മാസം എത്ര $1 ആവണമെന്ന്. അതിനാക്കിയിരുന്നു ഞാൻ ഈ കട്ടിയം വീഡിയോസ് ഇട്ടിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇപ്പൊ കടങ്ങളൊക്കെ അല്ല എമൗണ്ട് പറഞ്ഞില്ലേ, ഞാനാ ചോദിച്ചത്. എന്താ ഞാൻ മറന്നു വിചാരിച്ചോ. അപ്രോക്സ് ഒരു $4,500 ഞാൻ മാസം ഉണ്ടാക്കാറുണ്ടായിരുന്നു. മാസം അല്ല, ആ ജൂലൈ മാസം അത്യാവശ്യത്തിന് ഞാൻ പൊതുവെ ഒരു $4,500 മാസം ആക്കും. അതായത് എന്റെ മല്ലു ഫാമിലി ചാനലിലും എങ്ങനെയെങ്കിലും ഞാൻ ആക്കും. രാവിലെ ചിലപ്പോ ഞാൻ 2 മിനിറ്റ് വീഡിയോ വെറുതെ ഇടും, ഉച്ചക്ക് ഇടും. വെറുതെ ഇട്ടിട്ട് ഒരു $4,500 ഞാന് എന്റെ കടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ അത് തീരണ വരയ്ക്ക് ഞാൻ ആവറേജ് ഒരു 4,500 ഇത് ഞാൻ ടാർഗറ്റ് മുട്ടിക്കും ഞാൻ എങ്ങനെയെങ്കിലും. അപ്പൊ ജൂലൈ മാസത്തിലോ? ഞാൻ പറയട്ടെ, ഒരു $10,000 മേലെ പോയോ? അല്ല, അതിന്റെ അടുത്ത് 9,000 ഒക്കെ ആണോ? $9,000 പറയുമ്പോ എത്ര ഇന്ത്യൻ റുപ്പി? നിങ്ങൾ നോക്കി അത് കാണുന്ന ആൾക്കാർ പറഞ്ഞോളൂ. 9 into 7 പറയേച്ചി പൊഞ്ചേച്ചി പറ. 6 ലക്ഷത്തി അതല്ല അല്ല അന്ന് ഡോളർ അത്ര കയറില്ല. പക്ഷെ അന്ന് അത് നമുക്ക് കേറ്റിറക്കുണ്ടായിരിക്കുമല്ലോ ഡോളറിന്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് കിട്ടിയിരുന്നായിരുന്നു ആ മാസം. പക്ഷെ ഞാൻ മറ്റേ വണ്ടി എടുത്ത പ്രശ്നവും എന്റെ ഫേസ്ബുക്ക് അന്ന് എനേബിൾ ആവലും ഒക്കെ ഞാൻ സന്തോഷവാനായിരുന്നു അന്ന്. പക്ഷെ ആൾക്കാരിന് കുറ്റം പറയുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എന്നല്ലേ. അതാണ് പലരും നമ്മൾ പറയില്ലേ, ആൾക്കാർ നമ്മൾ എത്രയൊക്കെ ഇത് പറഞ്ഞാലും there will be some aspect in our life where നോക്കില്ല. ഇപ്പൊ എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാര് ട്രോള് ഉണ്ട്. ഇന്ന ട്രോളിന് ചാനൽ ഇന്ത്യയോട് ചോദിക്കാറുണ്ട്, സുജിനേട്ടൻ എങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാന്ന്. അല്ല പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ സ്ട്രൈക്ക് കുറെ കാര്യങ്ങള് ചെയ്യാറില്ല. അങ്ങനെ പോട്ടെ വിചാരിക്കും അല്ലേ. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് എത്ര നെഗറ്റീവ് സാധനങ്ങളൊക്കെ വന്നാലും അതിനെ ഡീൽ ചെയ്യാറുണ്ട്. പക്ഷെ പൊന്നു ചേച്ചി ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആണെന്നാണ് വ്ളോഗൊക്കെ കണ്ടതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം തളർന്നു. കാരണം 16K 16,000 നെഗറ്റീവ് കമന്റ്സ് എനിക്ക് പിന്നെ പറ്റിയിട്ട്. അതില് ഞാൻ അന്ന് ഇതൊക്കെ തിരുവനന്തപുരത്താണ്. എന്റെ അളിയനൊക്കെ തളർന്നായിരുന്നു. പെങ്ങളും അമ്മ ഇവരൊക്കെ ദൈവമേ നാട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ ആകെ പേടിച്ചായിരുന്നു. പിന്നെ ആ സമയത്തും കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ അറിയാത്ത ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ്. കുറെ ആൾക്കാർ ഇപ്പൊ ഇതിൽ നിൽക്കുന്ന വലിയ വലിയ കുറെ യൂട്യൂബേഴ്സ് ഞാൻ കോൺടാക്ട് ഉണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേടിയും പേടിക്കണം, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എങ്ങനെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തുടങ്ങി നമ്മളെന്തിനാ പേടിക്കണേ, ആൾക്കാർ എവിടെ ഇതാവണോ. എന്താ അറിയട്ടാ, നമ്മളെ നേരെ വന്നിട്ട് ആരും പറയില്ല. എല്ലാവർക്കും ഫോണിൽ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമാണ് ഉള്ളത്. പൊന്നുചേച്ചി പറ, പൊന്നുചേച്ചി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ലേ? ആയിരുന്നു. ഇപ്പല്ല, ആ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയായിരുന്നു. എനിക്ക് തുടക്കം എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വരുമ്പോഴേക്കും പെട്ടെന്ന് അപ്സെറ്റ് ആവും ഞാൻ. അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞ പിന്നെ നമുക്ക് ശീലമായി. നമുക്ക് അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. ചിലപ്പോ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നെഗറ്റീവ് കേൾക്കാണ്ട് ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ വായിച്ച ഇത് വായിക്കാറുണ്ട് നിങ്ങൾ എല്ലാ കമന്റും? ഫേസ്ബുക്ക് കമന്റ് ഞാൻ നോക്കില്ല. ഫേസ്ബുക്കിൽ പിന്നെ കമന്റ്സ് വരാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ കാട്ടിക്കണം. കമന്റ്സിനും പൈസയാണ് ഫേസ്ബുക്കിൽ. അങ്ങനത്തെ അത് ഒട്ടുമക്കൾക്ക് അറിയില്ല ഫേസ്ബുക്കിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ കമന്റ്സ് വരാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. അപ്പൊ അതിനൊക്കെ വരും. അതിനൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു മാസം ഇങ്ങനെ ആവണം എന്നുള്ളത്. അല്ലാണ്ടാകുമ്പോ തട്ടിമുട്ടി പോണ്ടേ, നോക്കണ്ടേ. അല്ല, പൊന്നു ചേച്ചിന്റെ ശരിക്കുള്ള പേര് നിത സുജൻ എന്നാണല്ലോ. എങ്ങനെയാണ് ഇത് പൊന്നു ആയത്?
ചേട്ടൻ്റെ പേരാണോ? അത് പ്രേമിക്കുന്ന സമയത്ത് നമ്മള് നമ്മള് പൊന്നു വാവേന്നൊക്കെ വിളിക്കില്ല. അങ്ങനെ വന്ന പേര്. അങ്ങനെ നോർമലായിട്ട് പക്ഷെ എല്ലാരും പിന്നെ അത് അങ്ങനെ പൊന്നൂസെ വീട്ടിലാണെങ്കിലും ഇവിടെ ഏട്ടന്മാരുടെ ഫ്രണ്ട്സും ഏട്ടന്മാരെല്ലാരും എന്റെ പൊന്നു. ഇപ്പൊ കേരളം മൊത്തം പൊന്നു എല്ലാരും എന്റെ വീട്ടുകാരും മാത്രമാണ് ഞാൻ എന്റെ എന്റെ അവിടുത്തെ ശരിക്കുള്ള പേരും സുജിൻ കൃഷ്ണ എന്നല്ല ശരിക്കും. എന്റെ ശരിക്കുള്ള പേര് വേറെയാണ്. പക്ഷെ പിന്നെ ഞാൻ എന്റെ ശരിക്കുള്ള സുജീഷ് എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷെ ആർക്കും അറിയില്ല. അത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ സ്റ്റാൻഡിങ് മുന്നിലാരും സുജി എന്ന് വിളിക്കുക. പിന്നെ എന്റെ അപ്പന്റെ ഫേസ്ബുക്ക് പേര് അന്ന് സുജിൻ കൃഷ്ണ എന്നായിരുന്നു. എന്റെ സ്വയട്ട പേരാന്ന് ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ. അപ്പൊ കൃഷ്ണ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ സുജീഷ് കൃഷ്ണ ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ സുജിൻ കൃഷ്ണ ഇട്ടാണ്. പക്ഷെ അന്ന് ഇതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഡെയിലി ശരിക്കും എന്റെ പേര് ഇവിടെ കൃഷ്ണ ഒന്നും ഇല്ല. പിള്ളേർക്ക് ആ പേരിട്ടുണ്ട് കൃഷ്ണന്ന്. ഞാൻ എന്റെ പേര് സുജിൻ കൃഷ്ണ ആക്കാൻ വേണ്ടി നോക്കി, നിയമപ്രകാരം തന്നെ പക്ഷെ അപ്പൊ എന്താ അറിയോ, SLC മാറ്റാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് പോണ പറപ്പയ്ക്ക് ചാട്ടങ്ങാണ്. എന്തായാലും ഇപ്പൊ ആൾക്കാർക്ക് സുജിൻ കൃഷ്ണ പറഞ്ഞിട്ടാണ് അറിയുള്ളൂ. പിന്നെ അത് സെറ്റായി. പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സുജിനെന്ന് മാത്രം തന്നെ അറിയുള്ളൂ, ആ പേരറിയില്ല. ചേട്ടനും ആദ്യത്തോടെ പറയുന്നില്ല, ഞാൻ എന്റെ ചാനലോട് പറഞ്ഞിട്ടില്ല. ആദ്യടാ കണ്ടോ ശരിക്കുള്ള പേരല്ല. പക്ഷെ പിള്ളേരുടെ അച്ഛന്റെ പേരെന്ന് സുജീഷ് എന്ന് പറയും. അറിയില്ല. എന്റെ കുട്ടിയോട് അച്ഛന്റെ പേരെന്ന് ഞാൻ പറയും സുജിൻ കൃഷ്ണ. പക്ഷെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല സുജീഷ് ആണ് പേര്. പക്ഷെ അവരങ്ങനെ പറയുള്ളൂ. ഇപ്പോഴായിരിക്കും ചിലപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറയുണ്ടായിരിക്കുക ശരിക്കുള്ള പേര് ഇതാണ്. ആർക്കും അറിയില്ല തിമ്മന പേരെന്താണ്. ഓക്കെ, ഇപ്പം പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊഞ്ചിച്ച് വിളിച്ച പേരാണ് പൊന്നു. പിന്നെ അത് പൊന്നൂസായി. ഇപ്പൊ എല്ലാരും പൊന്നുന്നാ വിളിക്കണേ. ചേച്ചി എന്താ ഏട്ടാ മാത്രം. ഇപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങൾ വേറെ പൊന്നു ചേച്ചി ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയണൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാനിവിടെ തൃശ്ശൂർ റോഡ് കയറി ഡെയിലി അടിയാണ്. ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പൊ അവൻ എപ്പോഴും കളിയാക്കി പറയും, ഞങ്ങൾ കാറ് എനിക്കെന്തറിയോ, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കടക്കുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പിന്നെ 500 രൂപ കടം വാങ്ങി, എനിക്കത് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാൻ രാത്രി ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിൽ ബില്ല് കൊടുത്ത് പോകുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നത് വരിക. അതുപോലെ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ ഇവിടെ ചിലപ്പോ മുന്നേ പ്ലേന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, എടി അതെന്താ ഈ അങ്ങനെ പറഞ്ഞു, ഇന്നലെടക്ക് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അടിയായിരുന്നു. തൃശ്ശൂർ ബൗണ്ടറി താണ്ടിയാൽ അടിയാണ്. പക്ഷെ അടി പറഞ്ഞാൽ കൈയോടെ അടിയല്ല, അങ്ങോട്ട് ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഒരു വഴക്ക് കഴിഞ്ഞപ്പോ എങ്ങനെയാണ് നിങ്ങളൊരു കോംപ്രമൈസിങ്? പൊഞ്ചേച്ചി പാവല്ലേ, വന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലല്ല അത് ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം മറ്റേ ഇപ്പൊ 2 ദിവസം മുന്നേറ്റം ഞങ്ങൾ എവിടേക്ക് പോയപ്പോ പാലക്കാട് ഒരു പ്രൊമോഷന് പോയി. അപ്പൊ കടയുടെ അവിടേക്ക് കേറുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ അടി ഉണ്ടായി. കേറുമ്പോ തന്നെ ചെറിയ അത് അപ്പോഴും പെണ്ണാന്ന് കൂടെ ഞങ്ങൾ പോയി. ചെറിയൊരു വാക്ക് തർക്കം അങ്ങോട്ട് പോയിക്കിട്ട് ചൂടായി. അപ്പൊ ഞങ്ങളുടെ റൂമുണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വർത്തമാനം പറഞ്ഞ് ഞങ്ങള് ഷോപ്പിക്ക് കയറി. ഷോപ്പിൽ കയറിയപ്പോ ലിഫ്റ്റിക്ക് കയറി പോണ്. ഞാൻ പിന്നെ കൂടായിട്ട് പിന്നെ അത് എടുക്കുമ്പോ അങ്ങനെ ചെയ്യണട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇത് നമ്മളിപ്പോ വന്നു ഇനി അതിനെ പറ്റി സംസാരിക്കാൻ നമ്മൾ പറയണ്ടേ. പക്ഷെ അപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി എപ്പോഴും കൊണ്ടില്ല. ഇവിടെ കഴിഞ്ഞ പിന്നെ സംസാരിക്കണ്ട അങ്ങനെ ഞാൻ കൊറേ നാളെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. കുറച്ചു ചേച്ചിയാണ് പണ്ടൊക്കെ ഞാൻ തന്നെ മിണ്ടിയായിരുന്നു. അപ്പൊ പണ്ട് ചേച്ചി പോയിട്ട് അങ്ങനല്ലേ. ഇപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പോയിട്ട് അങ്ങനെ മിണ്ടുന്നില്ല. ചിലപ്പോ മെസ്സേജ് അയച്ചിടും. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മിണ്ടൂല്ലോ. പിന്നെ ഏട്ടനും മിണ്ടാതെ ഒരുപാട് അങ്ങനെ നാളെ ഇരിക്കുന്നൊന്നുമില്ല. എന്തേലൊക്കെ കാരണം ഏട്ടന് എന്തിനും എന്നെ വിളിക്കണല്ലോ, വേറെ നിവൃത്തിയില്ലല്ലോ, വരില്ലല്ലോ വീട്ടില് അപ്പൊ എന്നെ വിളിക്കൂലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് മിണ്ടും. അങ്ങനെ ഞങ്ങളുടെ കോംപ്രമൈസ് ആയി പോകുന്നല്ലേ. നിങ്ങളുടെ കോണ്ടന്റ് ഞാൻ എപ്പോഴും കാണുമ്പോൾ ഓർക്കും, ഭയങ്കര റോ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ജസ്റ്റ് നമ്മൾ വന്ന് എത്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുക. അതായത് സാധാരണ യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കുക, ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യുക. ഇപ്പൊ പൊൻചേച്ചിയൊക്കെ ഇപ്പൊ ഇന്റർവ്യൂലാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എപ്പോഴും ചേട്ടൻ ഇങ്ങനെ തന്നെയുള്ള എപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു ഐഡിയ എവിടെ നിന്ന്? അതായത് നമ്മൾ പെണ്ണുങ്ങൾ സാധാരണ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അതിലിപ്പത്തിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഇരിക്കും? പൊന്നു ചേച്ചി പറയൂ. ഞാൻ ലിപ്സ്റ്റിക് ഉണ്ട്. അല്ല മീൻസ് നോർമലി ഇപ്പം എന്താണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നോർമൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ഒരുങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ. ഞാനും പെങ്ങളും പാടെ ചാനൽ തുടങ്ങിയ സമയത്തേ മറ്റേ രാവിലെ എണീക്കും വീഡിയോ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മള് സാധാരണ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ ഇപ്പൊ രാവിലെ എണീക്കും, നമുക്ക് ഇന്നത്തെ കൂട്ടാനും ചോറൊക്കെ കാട്ടിയാൽ പറയും. അപ്പൊ അന്നേരം വരെ മീൻ വാങ്ങിയെന്ന് വിചാരിച്ചാല്
ആ മീൻ എങ്ങനെയാണോ വെച്ചാൽ സാധാരണ ഒരു പുകടുപ്പ് ഇതൊക്കെ ആയിട്ട് നമ്മളേക്ക് തേങ്ങ അരയ്ക്കുമ്പോ പെങ്ങളെന്നെ അത് നമ്മൾ മിക്സി ഉണ്ടാകുന്നല്ലോ അപ്പൊ അതുപോലെ അമ്മീമ തന്നെ അങ്ങനെ അരയ്ക്കും അത് മിക്സി ഉണ്ട് അല്ലേ പക്ഷെ ഞങ്ങൾ അമ്മീമ അങ്ങനെ അരച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കാം ഞാൻ പക്ഷെ നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നമ്മള് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ കയറി പോകുന്നു അങ്ങനെ ക്ലിക്ക് ആയിട്ട് അങ്ങ് പോകുന്നു. ഈ ഡെയിലി വ്ളോഗ്സ് വീഡിയോസിന്റെ സംഭവമേ ആക്ച്വലി ആ ഒരു എന്താ പറയാ പോപ്പുലാരിറ്റിയിലേക്ക് വരണ സമയത്ത് അത് പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് വൺ ഓഫ് ദ യൂട്യൂബേഴ്സ് നിങ്ങളാണ്. അപ്പൊ എവിടെ നിന്നാണ് ഈ ഡെയിലി വ്ളോഗ്സ് നമുക്ക് കാണിക്കാന്നുള്ള ഒരു ബേസിക് ഐഡിയ ദ ഫസ്റ്റ് ഐഡിയ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാണ്. അതായത് രാവിലെ ഞാൻ 8 മണി 8:30 വണ്ടിയോടം പോകും. ഉച്ചക്ക് ചോറിന വരും, ചോറിന്റെ അപ്പത്തിന് പോകും, വൈകുന്നേരത്ത് വരും, കടന്നുറങ്ങും. രാവിലെ അതന്നെ ഒരു 8-9 പണി അതായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങിയപ്പോ ഒരു 3 മാസം പൈസ ഇട്ടിരുന്നില്ല. ഫസ്റ്റ് പേയ്മെന്റ് അതുവരെ ഈ ഒരു പേയ്മെന്റ് കിട്ടുന്ന വരയ്ക്ക് ഞാൻ ഇതുപോലെ വണ്ടിയോടം പോകും. എന്നിട്ട് ആ ഒരു വീട് നാളെ എന്താ വീട് എടുക്കേണ്ടത് വെച്ചാൽ തലേദിവസം രാത്രി കിടക്കുമ്പോ തന്നെ റെഡിയാക്കി വെക്കും. ഞാൻ എന്താ നാളെ എടുക്കേണ്ടത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. കാരണം നാളെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇന്ന് തന്നെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അന്ന് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളേക്കുള്ള വീഡിയോ ഞാൻ ഇന്ന് തന്നെ രാത്രി കിടക്കുമ്പോ ഞാൻ അപ്ലോഡിങ്ങിന് വെക്കും. അപ്പൊ രാവിലേക്ക് അപ്ലോഡ് ആവുന്നത് പിന്നെ ഞാൻ വൈകുന്നേരത്തെ 7 മണിക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. വണ്ടിയോടാൻ പോകും. ഞാൻ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുത്ത് പോകും. അങ്ങനെയായിരുന്നു. പിന്നെ അതിന്നൊരു വരുമാനം കിട്ടൽ തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മള് കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡെയിലി അങ്ങനെ വീഡിയോ ഇട്ടിട്ട് പിന്നെ അതൊരു ഡെയിലി വ്ളോഗ് അങ്ങനെ വലിയ രസമല്ലല്ലോ എല്ലാരും പാടെ ഇരിക്കുമ്പോ എന്തെങ്കിലും വീഡിയോ അങ്ങനെ പിന്നെ ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പൊ പിന്നെ ഡെയിലി അങ്ങനെ എടുക്കും. ഡെയിലി നമുക്ക് വേറെ പണിയില്ല. അപ്പൊ പിന്നെ ഞാനും പെങ്ങളും ഇവളും അമ്മ എല്ലാരും ഉള്ളതുകൊണ്ട് ഡെയിലി വീഡിയോ എടുക്കും. കൊറോണ ടൈം ആയിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു, ഓട്ടോ ഓടാനും പോകാൻ പറ്റില്ല, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പുറത്തിറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ ഒരു ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിങ് മാത്രമായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നു. അതെല്ലാരും സ്ട്രെസ് ബസ്റ്റിംഗ് എന്തെങ്കിലും ഒരു സാധനം നോക്കിട്ട് അപ്പൊ ഡെയിലി അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മളങ്ങനെ ഡെയിലി ഫാമിലി വ്ളോഗേഴ്സ് ആയി മാറുമായിരുന്നു. ഞങ്ങൾ നമ്മൾ പോലും അറിയാം നമ്മൾ അതുപോലെ. അപ്പൊ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇട്ട് എത്ര നാൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് വന്നത്? അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട്. 3 മാസം അറിയോ അന്ന് മറ്റേ പിന്നെ അന്ന് പറഞ്ഞ ടിക്ടോക്കിന്ന് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്നത് ഞങ്ങളാണ്. പറഞ്ഞ് അപാരാന്ന് തുടങ്ങിയിട്ടില്ല. കാരണം കുറെ ടിക്ടോക്ക് പോയി. അത് ടിക്ടോക്ക് പോണത് മെയ്യിലേക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങള് April 8 ചാനൽ തുടങ്ങുന്നത്. ദൈവത്തിന്റെ ഇതായിരിക്കാം. കറക്റ്റ് അത് പോണതിന്റെ മുന്നേ തന്നെ ഞാൻ ഒരു ചാനൽ തുടങ്ങിയ ഇടയായി. പെട്ടെന്ന് 37 ദിവസം കൊണ്ട് 1 lakh സബായി. 37 ദിവസം കൊണ്ടായി. അതിനൊക്കെ വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പൊ 37 ദിവസം അവർ ഡെയിലി നമുക്ക് 10,000 20,000 വെച്ച് സബ് കയറുണ്ടായിരുന്നു. കാരണം ഞങ്ങള് തുടക്കത്തിൽ തന്നെ ഞങ്ങള് ഞങ്ങൾ ഇരുന്നായിരുന്ന വീട് അടുക്കള ഉള്ളിലുള്ള ഞാനും പെങ്ങളും നന്നായിട്ട് സംസാരിക്കാൻ കിട്ടും. പിന്നെ ഇപ്പോഴും ഒട്ടും മോശമില്ലാത്തോണ്ട് അങ്ങ് പരസ്പരം സംസാരിച്ചതായതുകൊണ്ട് അതങ്ങനെ റീച്ച് ആയി. എല്ലാവർക്കും മറ്റുള്ള നമ്മൾ സംസാരമാണ് ആരെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. എല്ലാവരും ഇപ്പൊ യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ്. തന്നെ മറ്റേ യൂട്യൂബ് ഒക്കെ കണ്ടിരുന്നു തുടക്കം തൊട്ട്. അതായത് 249 രൂപയാണ് അന്ന് ഐഡിയക്ക് റീചാർജ് 1 GB. അതൊക്കെ കയറ്റി ഞാൻ യൂട്യൂബ് കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആൻഡ്രോയിഡ് ആയപ്പോഴേക്ക് ഞാൻ കാണുമ്പോ നമ്മളെ എംഫോടെക് അതുപോലെ തന്നെ ഫിറോസിക്ക പിന്നെ എന്തൊരു സിമ്പിൾ ഉണ്ണിയോ അങ്ങനെ കുറച്ച് വലിയ വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ലുക്കില് ഭയങ്കര സെറ്റപ്പ്. നമുക്കൊന്നും ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന വളരെ സാധാരണക്കാരെ ഞങ്ങൾ നോർമൽ ലൈഫ് നോർമൽ സംസാരമായിട്ട് അതിന്റെ ഇടയിലേക്ക് ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങള് ഉമ്മിക്കരിയും കൊണ്ട് പല്ലിയേക്കണതും ഫുള്ള് അതാ രസമായിരുന്നു. പിന്നെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആൾക്കാർ ഇങ്ങനത്തെ വ്ളോഗേഴ്സ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സിംപ്ലിസിറ്റി ആണ് നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ആദ്യം വന്ന വരുമാനം 3 മാസത്തിന് ശേഷം വന്ന എമൗണ്ട് എത്രയായിരുന്നു? ഭയങ്കര ടെൻഷനാണ് നോക്കി. കാരണം എനിക്കൊന്നത് വല്ലാണ്ട് ഇംഗ്ലീഷ് വലിയ പേടിയില്ലാത്തോണ്ട് ചിലത് ശരിയാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ തന്നെ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എനിക്ക്. ഞാൻ എല്ലാവർക്കും വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവ കുറെ പിന്നീട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ നമുക്ക് കിട്ടും ധൈര്യമായിട്ട്. അതാണ് കിട്ടുന്ന വരയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷ വാങ്ങുന്ന കുറെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പൈസ കിട്ടുന്നത് 32,000 30,000 റുപ്യാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് 1.5 റുപ്യ 1.40 എത്രട്ടെ കിട്ടി. എന്തായിരുന്നു അത്രയും ഒരു എമൗണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എനിക്ക് ചേച്ചിക്ക് അവർക്ക് വലിയ ഐഡിയ ഇല്ല എമൗണ്ട് കിട്ടുമോ. അതറിയോ ഞാൻ രാവിലെ എണീക്കും. ഇവരൊക്കെ പറയും നാളെ എന്നെ വീട് എടുക്കണം. ഞാനാണ് ഒക്കെ നാളെ എന്നെ വീട് എടുക്കണം. ഇപ്പൊ മത്തി വാങ്ങണം നോർമൽ കാര്യം ഞാൻ പറയാം നാളെ എടുക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കും ഞാൻ.
അതെ. പക്ഷെ ഇവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഈ പ്ലേ ബട്ടന് അതൊന്നും ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അതിനെ പറ്റി എനിക്ക് നമ്മളതിൽ അത്രയും സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ആ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളവിടുത്തെ പോസ്റ്റ്മാന് ആഡ്സെൻസിന്റെ പിൻ നമ്പറും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഇതായി കാരണം നമ്മൾ അത്രയും അതിന് വേണ്ടിട്ട് 3 മാസം ഞാന് അത്രയും കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. കാരണം അത് കിട്ടാൻ പറ്റില്ല. എല്ലാരും പറഞ്ഞു ഈ ലോക്ക്ഡൌണിന്റെ പ്രശ്നമായതുകൊണ്ട് പിൻ നമ്പർ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോ പിന്നെ ടീച്ചർ അത്രയും കഷ്ടപ്പെട്ടു. ഞാൻ കുറെ പൈസ കടം വാങ്ങിയിട്ടൊക്കെ നമ്മള് കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി അന്ന് ഇതുപോലെ 1 കിലോ ചിക്കൻ വാങ്ങുന്നത് നമ്മൾ 200 രൂപ ഒന്നും എടുക്കണമെന്നില്ല. അത്രയും കഷ്ടപ്പാടല്ലേ. അപ്പൊ ഞാൻ ഓരോരുത്തർക്ക് വിളിച്ചിട്ട് 500, 1000 എല്ലാവരും അന്നായിരുന്നു കടം കിട്ടൂല. എന്നിട്ട് കൂടി ഞാന് അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണ്. പക്ഷെ അതൊന്ന് കിട്ടിയപ്പോ അത്ര എനിക്ക് കരച്ചിൽ വന്നു. കാരണം ആ ചങ്ങാകൾ വന്നിട്ട് എന്തോ ഗൂഗിളിൽ നിന്ന് എന്തോ വന്നിട്ടുണ്ടെന്നൊക്കെ പിന്നെ നമ്മൾ കൊടുത്തു തന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഫണ്ട് കിട്ടിയപ്പോ പിന്നെ ഞാൻ പിന്നെ എല്ലാരും ഇങ്ങനെ ചോദിക്കും. ഞാൻ കുഴപ്പമില്ല. പിന്നെ എനിക്ക് പിന്നെ ധൈര്യമായി. ഇപ്പൊ പിന്നെ എനിക്ക് എല്ലാം അറിയാം. അപ്പൊ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറൊക്കെ ഫേസ്ബുക്ക് റെഡിയാക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സെറ്റായിട്ട് പോണു. ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോ ഏത് സന്ദർഭത്തിൽ എടുത്തതാണ് എന്ന് വ്യക്തവും ശക്തവുമായി ഇവിടെ മോളിവുഡ് മിക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. മറക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ മറക്കില്ല. കാരണം ഇത് നിങ്ങൾ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. എനിക്ക് ഈ റിയാക്ഷൻ കണ്ടിട്ട് പെട്ടെന്ന് എന്താ പറയാ 2 countries ഡെലിവറി. ഇത് ഏട്ടൻ ഞങ്ങള് പറയുമ്പോഴേക്കും ഏട്ടൻ പഴനി പോയിട്ട് അരവണ കൊണ്ടുതരാൻ വന്നപ്പോ ശബരിമലയിൽ പോയി വന്നിട്ട് ഇവിടെ കാണാൻ വേണ്ടി പോയപ്പോ എടുത്ത ഫോട്ടോ. ഇത് വീട്ടുകാർ അറിയാണ്ട് അരവണ കൊണ്ട് തരുമ്പോഴാണ് ഞാൻ ഏട്ടനെ കാണാൻ പോയതെന്ന് പറഞ്ഞു. അതെ. പക്ഷെ ആ സമയത്ത് പോലെ ഞാൻ ഇടക്കിടക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു അവസാനത്തെ പോക്ക് പോയി ഞാൻ. അങ്ങനെ നല്ല കിട്ടലും കിട്ടിക്ക്. അതെന്താ അല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ശനി ഞായറൊക്കെ ശനിയാഴ്ച ഇവൾക്ക് എന്തോ ക്ലാസ് ഉണ്ട് അല്ലേ, എന്തോ ഡാൻസോ എന്തോ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളെ കാണാൻ വേണ്ടിട്ട് പോകും. ചെക്കന്മാരായാലും ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകും. ഇവിടെ എത്ര ദൂരം 84 കിലോമീറ്റർ. മനുഷ്യക്ക് പൈസ വാങ്ങിയിട്ടൊക്കെ ഞാൻ നമ്മളെ കാണാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അങ്ങോട്ട്. അതില് ഞാൻ ഇടക്കിടക്കുന്ന ബൈക്കിൽ പോകണം. ഒരു ലാസ്റ്റ് പോക്ക് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒരു 2-3 വട്ടം നമ്മളെ വീട്ടില് ബൈക്ക് പിടിച്ചു. അതായത് ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം പിടിച്ചു. ഒരു മിനിറ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. എങ്ങനെ പിടിച്ചു? ആദ്യത്തോട്ട് ഞാനായിട്ട് പറഞ്ഞു. കാരണം നമുക്ക് പിന്നെ കളത്തിലാണ് നമുക്ക് പേടിയാണല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടു. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം പറയാം. ഒരു വട്ടം ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പൊക്ക് ഏട്ട ഓട്ടോക്കാരനാണെന്ന് ഫസ്റ്റ് ഞാൻ പറയാ ചെയ്തത്. പിടിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു. അപ്പൊ ഏട്ട ഓട്ടോക്കാരനാണെന്നുള്ള ഒരു ഇത് കൊണ്ട് എല്ലാരും വേണ്ട എന്നുള്ളത് അത് ഫാമിലിയിൽ ഭയങ്കര മോശമായിട്ടുള്ള അത് കാരണം നാട്ടുകാർ പറഞ്ഞു. ഏട്ടന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കി കേട്ടോ. കൊറേയൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം. പക്ഷെ അത് രണ്ടാമത്തെ തൊട്ട് ഞങ്ങള് ഫോൺ ചെയ്തപ്പോ ഏട്ടൻ എനിക്ക് വന്നൊന്ന് ഫോൺ പിടിച്ചു. 2 ഫോൺ വാങ്ങി കൊടുത്തു. ഇത്രയും പ്രശ്നമായിട്ട് ഒരു ഫോണേ തന്നുള്ളൂ. ഒരു ഫോൺ ഇവിടെ മാമന്റെ കയ്യിൽ ഞാൻ കണ്ടുവിടുന്നത്. മാമന് കൊടുത്ത ഫോൺ വാങ്ങിച്ചു കൊടുത്തു അല്ലേ? ഞാൻ പറഞ്ഞത് മാമനല്ല അച്ഛന്റെ കൂട്ടുകാരന്റെ 2 ഫോൺ കൊടുത്തു ഞാൻ. ഒരു ഫോൺ പിടിച്ചപ്പോ അടുത്ത ഫോൺ വാങ്ങി കൊടുത്തു. എന്നിട്ട് സ്റ്റേഷനിൽ ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്ന വീട്ടിക്ക് പോകുന്നല്ലോ എന്റെ ഫോൺ തരാൻ 2 ഫോൺ കൊടുത്തു. അന്നൊക്കെ 1200 രൂപയുടെ നോക്കിയുടെ 1200 രൂപ എന്ത് വില അറിയോ? ഇപ്പഴും വില ഉണ്ട്. പക്ഷെ അവർ ആ ഫോൺ തന്നില്ലേ. സ്റ്റേഷനിൽ ഒരു ഫോണേക്ക് തന്നുള്ളൂ. അപ്പൊ മറ്റേ ഫോൺ നോക്കിയപ്പോ ഉണ്ട് അയാളെ പോക്കറ്റില്ല ഫോണ്. എന്റെ ഫോണിങ്ങനെ അവിടെ മറക്കില്ല. അപ്പം അങ്ങനെ ഫോൺ പിടിച്ചപ്പോ അങ്ങനെ 2 വട്ടം പിടിച്ചു. അപ്പൊ പിന്നെ 3-ാമത്തെ വട്ടം അപ്പക്കും വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി എല്ലാരും. കാരണം ഓട്ടോക്കാരനെയാണല്ലോ പ്രേമിച്ചത്. അത് ഭയങ്കര പ്രശ്നമായി. എന്തിനാണ് അങ്ങനത്തെ ഒരു നല്ല ശമ്പളം ഗൾഫില് ആണോ? അത് ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്. ചേച്ചിയുടെ അച്ഛൻ ഭയങ്കര ഭയങ്കര ലെവലൊന്നല്ല. അച്ഛൻ മറ്റേ കാനോൺ കമ്പനിയുടെ മാനേജറാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ. അല്ല 30 കൊല്ലായി അവിടെ. അല്ല അപ്പൊ പിന്നെ അത് മാത്രല്ല നമ്മള് ഇപ്പൊ ഞാൻ ഒറ്റ മോളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ട്. നമ്മൾ ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കണം. അന്ന് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അവർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തം മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കൂല. അപ്പൊ ഞാനിങ്ങനെ 2-ാമത്തെ വട്ടം പിടിച്ചപ്പോ പിന്നെ എല്ലാരും പറഞ്ഞു അന്ന് അവന്റെ നാട്ടിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാൻ അവനെ പറ്റി. പക്ഷെ നല്ല പൊന്നു തങ്കക്കുടങ്ങളായ ഏട്ടന്റെ നാട്ടുകാര് ഏട്ടന്റെ വീട്ടുകാര് മോശം മാത്രം പറഞ്ഞു കൊടുത്തു. അല്ല പക്ഷെ ഒക്കെ ഉണ്ടാക്കി പറഞ്ഞതാണ്. ഏട്ടൻ കഞ്ചാവ് വലിക്കും, കുടിക്കും,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞ ഇവളുടെ ഫാമിലിയില് കുടിക്കാത്ത ആള് ഞാൻ മാത്രമേ അതൊരു സത്യമാണ്, അതൊരു സത്യമാണ്, അതെ. അത് സത്യമാണ്. എന്റെ നാട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവളുടെ ഫാമിലി പക്ഷെ അപ്പൊ അതെന്റെ അടുത്തൊന്ന് പറഞ്ഞു. അപ്പൊ ആരോടും പറഞ്ഞു എന്താണ് വീട്ടിൽ നിന്ന് എല്ലാവരും എന്റെ അടുത്തൊന്ന് പറഞ്ഞു നിനക്ക് അറിയില്ല അവൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ അങ്ങനെയല്ല ഞാൻ എനിക്കറിയാം. പ്രേമിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇഷ്ടം പറഞ്ഞപ്പോ തന്നെ ഏട്ടനോട് എനിക്ക് ഇഷ്ടമാന്ന് പറയാനുള്ള കാരണം തന്നെ ഏട്ടൻ കുടിക്കില്ല വലിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്നോട് അങ്ങനെ ഇവിടെനപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എന്റെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരന്മാരെ ഉമ്മമാർക്കും എന്റെ ഓട്ടോ സ്റ്റാൻഡിലെ ഏട്ടന്മാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവിടെ. കാരണം ഞാൻ ഒരിക്കലും ചതിക്കില്ല അങ്ങനെ ചതിച്ച തേടി വന്നാളാനൊക്കെ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ഇനിയിപ്പോ മറ്റേ നമ്മളൊരു ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ടാകുന്നേ അതില് മുന്നിട്ട് ചോദിക്കണേ ഏട്ടാ ചതിക്കോന്ന്. അപ്പൊ മറ്റേ ഞാൻ എല്ലാരും പരിചയപ്പെട്ടു. ഞാൻ ചതിക്കില്ല എന്ന് പറയാൻ വേണ്ടിട്ട് സ്ട്രോങ് അത് ഉമ്മ വെച്ചോണ്ട് ചതിക്കില്ല എന്ന് കാണിക്കുന്ന ആൾക്കാരെ ഞാൻ വിട്ടുകൊടുത്തില്ല. അത്ര വിട്ടുകൊടുത്തില്ല. അപ്പൊ ബാക്ക് ടു പോലീസ് സ്റ്റേഷൻ. ഇത് പറഞ്ഞ പിടിച്ചു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇന്നെ ഷൊർണൂരിനെ പിടിച്ച്, ഷൊർണൂർ സ്റ്റേഷനെ പിടിച്ച്. കൂടെ ഉണ്ടായിരുന്നു ചേച്ചി? കൂടെ പിടിച്ചു. ഞങ്ങൾ ബൈക്കമ്മ അന്ന് എന്റെ ഒരു സ്കൂട്ടിമേ പോയി ഞാൻ. അതിലങ്ങനെ പിടിച്ചു. എന്നിട്ട് പിന്നെ മറ്റേ അവിടെ തൃപ്രയാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ വലപ്പാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല വിളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പക്കിനെ ഇവരുടെ ഫാമിലി പരമായിട്ടുള്ള വിളിയും കോളൊക്കെ വന്ന് ഏകദേശം പിന്നെ ഒരു അറിയാലോ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുമ്പോ ആ ചെക്കനെ എന്തൊക്കെ ചെയ്യാൻ കൊല്ലാൻ വരാനുള്ള തീരുമാനത്തിലെത്തി അവിടെ. അപ്പൊ അങ്ങനെയല്ല തീരുമാനത്തിൽ തമ്പരയിൽ കൊടുക്കും. അപ്പൊ അങ്ങനെ ഇതിലേക്ക് എത്തി. പിന്നെ ഇവിടുന്ന് അന്ന് ഞാൻ പോലീസ് ജീപ്പിൽ ആദ്യമായിട്ട് കയറുന്നത്. അന്നെ പേര് വണ്ടിയിൽ കൊണ്ടുപോയി അങ്ങോട്ട് AC കിട്ടിട്ട് അവിടെ സുമോല് അവിടെ തൃപ്രയാറ് അവിടെ വലപ്പാട് കേസൊക്കെ കൊണ്ടുപോയി ചെന്നു. പിന്നെ എനിക്ക് പൊതിരെ കിട്ടി അവിടുന്ന്. അപ്പൊ ഞാൻ പക്ഷെ അത്ര അടിയിട്ടും പിന്നീട് അവര് പറഞ്ഞു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ കയറി സ്നേഹിക്കണോന്ന് വെച്ച് ഞാൻ കുറെ അടിക്കുകയോ ചെയ്തു. അടിയിട്ട് വന്നാൽ ലാത്തിയും കൂടെ നല്ല കിട്ടി കിട്ടി. പക്ഷെ ഞാൻ അപ്പോഴും ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല. പോവാന്ന് പറഞ്ഞു. എന്നോട് എഴുതി ഒപ്പിട്ടാലും പറഞ്ഞു. ഇനി ഇല്ലായിരുന്നു ഞാന്. കാരണം ഇവള് ഞാൻ ഇന്നൊരു ഗ്ലാസിന്റെ ഉള്ളിട്ടാ തല്ലണത്. അപ്പൊ ഞാൻ പുറത്തുകൂടെ കാണുന്നുണ്ട് ഇവളേനെ. കരയില്ല ഞാൻ കാണുന്നുണ്ട് പുറത്തുനിന്ന് കാണുന്നത്. അപ്പൊ ഇവളെ വീട്ടുകാരൊക്കെ പുറത്തുണ്ട്. അതിന് തലുണ്ടാന്നോ. അതില് പിന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ 2 സാർമാര് വന്നിട്ട് ഞാൻ അത്രയും ഇഷ്ടമല്ലെന്ന് പറയില്ല പറഞ്ഞു. ഞാൻ അത്രയും അടി ഇട്ടിട്ടു. അപ്പൊ സാർമാര് വന്നിട്ട് എന്റെ അടുത്ത് ആ സാറിന്റെ പേരിക്കും രതീഷോട് സാറിട്ട് വന്നു. ആ സാറ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എണീക്കെന്നൊക്കെ പറഞ്ഞു. എണീച്ചിന്നെ നല്ല രീതിയിൽ സംഭവിച്ചു. അതായത് കുറച്ച് ഇതൊക്കെ ചെയ്തു. ഇത്ര അടി കിട്ടിയിട്ട് പോലും കൂടി ഇഷ്ടപ്പെട്ട പെണ്ണിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തന്നിന്നെ പിന്നെ നേരെ കൊണ്ടുപോയി SIയുടെ റൂമിലൊക്കെ ഇരുത്തി സംസാരിപ്പിച്ചിന്നെ ഒക്കെ ഇതാക്കിയിട്ട് എന്റെ കൂട്ടുകാരനെ ഒക്കെ വിളിച്ചു വരുത്തി ജാമ്യമൊക്കെ ഒപ്പിട്ടിട്ട് ഇറക്കി. അപ്പൊ ഞാൻ എന്തേലും ഇവളെ പേര് സ്വർണ്ണൊക്കെ വാങ്ങിട്ട് വെച്ചു തന്നെ. ഞാനൊരു ഉറുപ്പ്യനും മരുന്നില്ല. ഇവളെ ചോദിക്കണോ മേത്തന്നല്ല സ്വർണ്ണോ മോതിര കൂരിയാണ്. അപ്പൊ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഒന്നും ആയിട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുത്തിരണല്ലോ. അപ്പൊ അവർക്ക് എന്താ ഇവിടെ തന്നപ്പോ അതല്ല മറ്റേ ഫോൺ എനിക്ക് തിരിച്ചു വന്നവര്. അപ്പോഴാണ് ഞാൻ ആ സത്യം കണ്ട്. ഒരു ഫോണേ തന്നുള്ളൂ. ഒരു ഫോണോളം മാമന്റെ കയ്യിൽ ഞാൻ കണ്ടു. ചേട്ടന്റെ ഫോൺ മനസ്സിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ വന്നു. പിന്നെ കുഴപ്പമില്ല. പക്ഷെ പിന്നെ പിരിഞ്ഞു എന്നാ വിചാരിച്ച്. ഇവളേനപ്പക്ക് വയനാടൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഇവളേനെ കുറെ കൗൺസിലിംഗ് മറപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അപ്പക്ക് പിന്നെ ഞാന് 2 മാസം നമുക്ക് പ്രേമിക്കുന്നവർക്കുണ്ടല്ലോ എവിടെ പോയാലും ആരെങ്കിലും ഒരാളുണ്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഏത് നടുകടലിൽ കൊണ്ട് ഇട്ടാലും ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു ഒരാൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് മറ്റേ കുട്ടി പേരെന്തായിരുന്നു? അതൊരു നമ്മുടെ കൗൺസിലിംഗ് സെന്റർ പോലെ. അപ്പൊ നമ്മൾ അവിടെ തന്നെ 1 മാസത്തോളം ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ ഞാനും അമ്മയും. പിന്നെ അപ്പൊ അത് എന്നെ അതേപോലെ തന്നെ വേറെയും പിള്ളേരോട് ഉണ്ടായിരുന്നു ഇതുപോലെ കൗൺസിലിംഗ് ആയിട്ട് വന്നത്. പക്ഷെ ഒരു കുട്ടി മാത്രം അവിടെ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവൾക്ക് അപ്പൊ ഞാൻ 2 മാസമൊക്കെ ഇവിടെ കാത്തിരുന്നു. ഒരു വിവരം എവിടെയൊന്നും അറിയണില്ല. പിന്നെ ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് റെഡി. കാരണം നമ്മളിപ്പോ എത്രത്തോളം തിരിച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് വിസ നോക്കി ആ വിസക്ക് പൈസ കൊടുത്തി ഒക്കെ അങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആ സമയത്താണ് ആ കൂട്ടുകാരി എനിക്ക് വിളിക്കണത് അങ്ങനെ പോവാൻ. അപ്പൊ എന്റെ കൂടെ 2 കൂട്ടന്മാരുണ്ടെന്ന് മറ്റേ ഇതിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ ഒരു പ്ലാനായിരുന്നു. ഇവിടെ വിളിച്ചപ്പോ ഞാൻ പോയില്ല. ആ വിസ ഞാൻ ക്യാൻസൽ ചെയ്ത് പോയില്ല. ഞാൻ അവിടെ ഇരുന്നു.
പിന്നെ അവൾക്ക് അതായപ്പോ വയസ്സൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഞാനങ്ങനെ കൊടുന്നു കെട്ടി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിച്ച് പിന്നെ റെഡി ആയി. കല്യാണം കഴിക്കാത്ത നിങ്ങളൊരു സിസ്റ്റർ, ഒരു അനിയത്തി എന്നുള്ളൊരു നിലയിൽ നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം. 5 പൈസ ചെലവില്ലാണ്ട് ഉപദേശം കല്യാണം കഴിക്കണ്ട. അവളങ്ങനെ പറയാണ്. ചേട്ടൻ പറയട്ടെ. എന്റെ ഇതിലും കല്യാണം പെട്ടെന്ന് കഴിക്കരുത്. അതിനിപ്പോ ഞാനും പറഞ്ഞു. എന്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഇപ്പൊ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ 20 വയസ്സിലൊക്കെ കുട്ടികൾ ഇതേപോലെ ഇപ്പൊ ഞാനവിടെ ഇറക്കി കൊണ്ടുവന്നാണ്. ഇനി ഒരിക്കലും നിങ്ങളിപ്പോ എത്ര ഏജ് ആയിരുന്നു കല്യാണം കഴിച്ചപ്പോ? ഇവൾക്ക് കറക്റ്റ് 18, കറക്റ്റ് 23, 22 ലീഗലായ അപ്പോഴത്തേക്കും കെട്ടി. അതിന്റെ ഒരു പകയായിരുന്നു അതിന്റെ ടച്ചപ്പുള്ള അതിന്റെ ഒരു അല്ല. പിന്നെ എനിക്ക് വെച്ചാല് കാരണം ഞാൻ എന്നെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇനി ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അച്ഛൻ്റെ കൂടെ ഞാൻ പോകേണ്ടി വരും. പിന്നെ ഞാൻ കേരളം പിന്നെ ഞാൻ കാണില്ല. അപ്പൊ ആ ഒരു പേടിയിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണേ, കേരളത്തിലില്ല. അല്ല പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുമായിരുന്നു ഇപ്പൊ അവരുടെ ഭാഗവും ശരിയാണ്, നമ്മളത് ചിന്തിക്കേണ്ടതായിരുന്നു. മനസ്സിലായി അങ്ങനെ ഒരിക്കലും ഇറക്കിക്കൊണ്ട് ഞാൻ ഒരിക്കലും ഇറക്കിക്കൊണ്ട ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. കാരണം പ്രശ്നങ്ങളും ഇതൊക്കെ ആയപ്പോ അവള് നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും അടിയും പ്രശ്നങ്ങളും എനിക്ക് കുറെ പൈസയൊക്കെ ചെലവായിട്ടാണ് വന്നത്. കേസിന്റെ പിന്നാലെ വക്കീലന്മാർക്ക് പൈസ കൊടുക്കാൻ കാണിക്കാൻ 10-60,000 എത്ര ആ ഒരു സമയത്ത് ആ പൈസന്റെ കയ്യിലാണ്ട് ഞാൻ പലിശക്ക് ആ പൈസ എടുത്തിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. ആ പൈസ എത്ര വർഷം അടച്ചു. ആ പലിശ പൈസക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് തോന്നുന്നു അത് ക്ലോസ് ചെയ്തത്. അതുവരെക്കും ഞാൻ പലിശ കൊടുക്കായിരുന്നു. കാരണം അങ്ങനെയും ഇതായിട്ടുണ്ട്. ഇപ്പൊ പറയുമ്പോ ചിലപ്പോ ചില ആൾക്ക് സിമ്പിൾ പരിപാടി ഉണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് അത് ഭയങ്കര പിന്നെ ഇവിടെ നഷ്ടപ്പെടില്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഇറക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ഇതായത്. എന്നിട്ട് ഞാൻ ഒരിക്കലും പ്രശ്നത്തിൽ നിന്നോട്ട് അങ്ങനത്തെ കാര്യം കണ്ടില്ല. ഇവിടെ അമ്മയെ ഞാൻ തന്നെ വിളിച്ചു കൊടുത്തത് ഇവളെ ഫാമിലി ആയതുകൊണ്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവള് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആരംഭം ഞാൻ വേണം ഒരിക്കലും ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ചില പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഒരുപാടൊക്കെ ഇറങ്ങി പോണു. അതൊക്കെ ചെയ്യാതിരിക്കും. കല്യാണം കഴിക്കരുത് പറയില്ല. കല്യാണം കഴിക്കരുതല്ല കേട്ടോ, എന്നാലും നമ്മള് ഒന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് അല്ല ഇതിപ്പോ പറയുന്നത് ആദ്യം തമാശക്ക് പറഞ്ഞു. ഇനിയിപ്പോ സീരിയസ് ആയിട്ട് പറയാം. പെൺകുട്ടികളൊന്ന് പഠിച്ച് ജോലി കിട്ടിയിട്ട് അവനാന്റെ സ്വന്തം ഇതിലായിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ മാക്സിമം ലൈഫൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലോ അത് പിന്നെ വേറെ ലൈഫാണ്. കല്യാണം കഴിഞ്ഞ അത് വേറെ ഉള്ള നമ്മുടെ ഒരു ലൈഫ് ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞത്. അത് വേറെ ഒരു ലൈഫാണ്. ഈ പ്രേമിച്ച് നടക്കുമ്പോഴുള്ള പ്രേമിക്കുമ്പോ നമ്മള് പരീക്ഷ പാസ്സാൻ വേണ്ടി എക്സാം അങ്ങനെ പഠിച്ചോണ്ടിരിക്കില്ലേ, പിന്നെ നമ്മള് പരീക്ഷ എഴുതൂല. അല്ല പ്രേമിക്കുമ്പോ നമ്മളൊരു ഫാന്റസി ലോകത്താണ്. എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഫാന്റസി ലോകം. കല്യാണം കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്കൻഡിലാണ് നമ്മൾ റിയാലിറ്റിക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞ ഗെയിം മാറൂലേ? മാറും. പിന്നെ നമുക്ക് കിട്ടിയല്ലോ, ഇത് നമ്മളല്ലേ കിട്ടിയതെന്ന് മാത്രമല്ല നമ്മുടെ ഇടയിൽ നിന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആയി, നമുക്കൊരു ഭാഗത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ. ഞാൻ എന്റെ കുറെ കൂട്ടുകാരന്മാര് പ്രേമിച്ചിട്ടുണ്ട്. ഇതായിരിക്കണം ഓനടക്കം. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പെൺകുട്ടികൾക്ക്. എനിക്കറിയില്ല, ഞാൻ ഒരുപാട് ആൾക്കാർ കണ്ട അനുഭവത്തിൽ പറയാണ്. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ പ്രേമിക്കും. എന്റെ ഏട്ടന്മാരൊക്കെ അവരെ പ്രേമിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുമ്പോ പറയും ഇപ്പൊ ഇവിടെ ആൾക്കാരോട് കണ്ടിട്ടുണ്ട് പ്രേമിക്കുമ്പോ ഏട്ടന് ഭയങ്കര ഇഷ്ടം, ഇപ്പൊ ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ ഇഷ്ടമല്ലായി അല്ല, അതായത് ഇപ്പൊ ഇങ്ങനെ ദേഷ്യം പറയും ഇഷ്ടമല്ല. ഇപ്പൊ നമുക്ക് നമ്മളുടേത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മക്കള്, വീട്ടിലത്തെ കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് നമ്മുടേതായ വേറെ കാര്യങ്ങള്. പിന്നെ അറിയുന്ന കുറെ ആൾക്കാര് 19-ാമത്തെ വയസ്സിലും 20-ാമത്തെ വയസ്സിലും കല്യാണം കഴിച്ചിട്ട് 22 വയസ്സാകുമ്പോൾ ഡിവോഴ്സ്. എനിക്കറിയുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിപ്പോ കല്യാണം എന്റെ അഭിപ്രായം ചോദിച്ചപ്പോ പറഞ്ഞാണ് അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കാതിരിക്കണം. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചൊരു ജോലി കിട്ടി സെറ്റിലായിട്ട് കല്യാണം കഴിക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് കിട്ടി ഇപ്പൊ കല്യാണം വേണ്ട. അതാണ് നിന്റെ അഭിപ്രായത്തോടെ. ഞാനിപ്പോ എന്നോട് അറിയാവുന്ന ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ എന്റെ അവിടെ വീടിന്റെ അടുത്തൊരു കുട്ടിയുടെ കല്യാണം. അപ്പൊ അവള് എന്നെക്കാട്ടും താഴെയാവുള്ളൂ. ഞാൻ അമ്മൂടിക്ക് എന്തിനാ കല്യാണം കഴിക്കണേ, അവൾ എന്ത് കാര്യത്തിനും ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അവള് മാക്സിമം പഠിച്ച് അവളുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം കല്യാണം കഴിച്ച പോലെ എന്താ അവിടെ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഇപ്പൊ എന്താ അത് വെച്ചാൽ കല്യാണം കഴിക്കേണ്ടതെന്നല്ല കേട്ടോ. മാക്സിമം നമ്മളൊക്കെ ഒന്ന് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് സ്റ്റേബിളായി ഫിനാൻഷ്യൽ ഒരാളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കാത്ത രീതിക്കായി നമ്മൾ സെറ്റിൽ ആയിട്ട് വേണം കല്യാണം കഴിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ആദ്യം പറഞ്ഞില്ല ഒറ്റയ്ക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല അത് ഞാൻ പറഞ്ഞില്ല, കോമഡി തമാശക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. എത്ര നാൾക്ക് ശേഷം വീട്ടുകാര് അമ്മ പെട്ടെന്ന് റെഡിയായി. അമ്മയായിട്ട് ഒരു കുറച്ച് ഇവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പേക്ക് മനസ്സിലായി അമ്മയെ കാണാനുള്ള. കാരണം അവളെ അച്ഛൻ ചെറുപ്പം തൊട്ടേ ഗൾഫിലാണ്. അപ്പൊ അമ്മയ്ക്ക് ഞാൻ വിളിച്ച് ഫോൺ എടുത്തു, ഞാൻ സുജിന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പേരോട് തന്നെ അവളമ്മ കാര്യമൊക്കെ ചെയ്തു. ഞാൻ അവർക്ക് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട പിന്നെ നമ്മള് വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ നമ്മള്. കൊടുത്തില്ലേ? ഞാൻ അവളടുത്ത് പറഞ്ഞു ഞാൻ അവളെ ചതിക്കില്ല എന്ന് പറഞ്ഞു.
ചതിച്ചില്ല ചതിച്ചില്ല. Yes. അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടുമുട്ടിയത്? അതിൽ ഇത്ര കാശുകാരി വീട്ടിലെ പെൺകുട്ടി അയ്യോ, അത്ര കാശുകാരൊന്നുമല്ല. Negative ആയി തരുന്നു. അതൊരു ഭയങ്കര കഥയാണ്.